ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 39. എപ്പിസോഡ് 39 തുടങ്ങുന്നത് 37-ാം ദിവസം രാത്രിയിലെ ചില പരിപാടികൾ കാണിച്ചുകൊണ്ടാണ്. 37-ാം ദിവസം രാത്രിയിൽ നമ്മളെ ജാസ്മിൻ ചേച്ചി ഗബ്രിക്കുട്ടനുമായി ഇരുന്നുള്ള സല്ലാപം. അപ്പൊ ഈ സല്ലാപം നടക്കുന്നതിന്റെ ഇടയിലേക്ക് നമ്മുടെ സിബിൻ ചേട്ടൻ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ പണിയെടുക്കുവോ? ഇല്ല, ഞാൻ പണിയെടുക്കില്ല. പണിയെടുക്കത്തില്ല എന്ന് ജാസ്മിൻ പറയുന്നതിന്റെ കാര്യം നമ്മുടെ ജിൻഡോ ആയിട്ടുള്ള ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടായിരുന്നു. സോ അതിനകത്തൊരു ചെറിയ തീർപ്പ് കൽപ്പിക്കണം, എന്നാലേ ഇനി പണിയെടുക്കത്തുള്ളൂ എന്ന് ജാസ്മിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ തീർപ്പാവാത്തതിന്റെ സ്ഥിതിക്ക് നമ്മുടെ സിബിൻ വന്നൊന്നുകൂടെ ചോദിക്കുന്നില്ല, ഞാൻ പണിയെടുക്കത്തില്ല എന്ന് പറയുന്നു. അതിനുശേഷം ജിൻഡോ വന്ന് ചോദിക്കുന്നുണ്ട്, ഇല്ല ഞാൻ പണിയെടുക്കില്ല. അപ്പൊ പറയുന്നത് സിബിൻ പറഞ്ഞിട്ടുണ്ട് പണിയെടുക്കണ്ട എന്നുള്ളൊരു സാധനമാണ്. സിബിൻ പറഞ്ഞതിന്റെ കാരണം ചോദിക്കുന്നുണ്ട്, നീ പണിയെടുക്കുമോ? പണിയെടുക്കത്തില്ല എന്ന് പറയുന്ന ഒരാളോട് പോയി പിന്നെ പണിയെടുക്കാൻ, കാരണം അവര് ചെയ്യാമെന്ന് പറഞ്ഞൊരു കാര്യം അവർക്ക് ചെയ്യാനും പറ്റിയില്ല. എന്നിട്ടും അവർ വന്ന് ചോദിച്ചു, നീ പണിയെടുക്കുമോ? ആ ഒരു കേസിൽ എനിക്ക് തോന്നിയൊരു കാര്യം, ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തിക്ക് വലിയ പണിയെടുക്കാൻ, ജോലി ചെയ്യാൻ വലിയ താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്തൊരു കുഞ്ഞു കാര്യം കിട്ടിയാലും അതിൽ നിന്ന് എങ്ങനെ പണിയെടുക്കാതിരിക്കാം എന്ന് നോക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് ഇതുവരെ കണ്ടതിനകത്തൊന്നും തോന്നിയത്. സോ ജാസ്മിന് കിട്ടിയ ഒരു ചാൻസ് അവൾ യൂസ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അവർ മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യും. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ പറഞ്ഞിട്ടാണ് എന്നുള്ളൊരു സാധനം ജാസ്മിൻ അടിക്കുന്നതിനകത്ത് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. കാരണം അവൾ എങ്ങനെയെങ്കിലും പണിയെടുക്കാതിരിക്കാതെ നോക്കും. ഇരിക്കാൻ അവർക്ക് വേണ്ട ആ ഒരു മൂടാണ്. ചുമ്മാ ഇരുന്ന് തിന്നണം. അതിൻ്റെ ഇടയ്ക്ക് ജാസ്മിൻ നമ്മുടെ സിബിനൊക്കെ പറയുന്നുണ്ട്, നീ ചുമ്മാതെ കുടിച്ചും കഴിച്ചും കിടന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതൊരു പരിധിയിൽ കൂടുതൽ അവളെ അത് പോയിന്റ് ചെയ്ത് ഇങ്ങനെ വീണ്ടും, കാരണം അന്ന് രാത്രിയിലും പറയുന്നുണ്ട്, അടുത്ത ദിവസം ഇത് പറയുന്നുണ്ട്, ഈ ഒരു ടോക്ക്. സോ അത് അവൾ അങ്ങനെയാണ് എന്ന് വെച്ചിട്ട് അത് വീണ്ടും ഇടയ്ക്കിടയ്ക്ക് പറയേണ്ട കാര്യം സിബിനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ അത് കുത്തേണ്ട കാര്യം ഇല്ല സിബിൻ എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. അവൾ അങ്ങനെയാണ്, നമുക്ക് എല്ലാവർക്കും പുറത്ത് ജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. പിന്നെ അത് പറയേണ്ട കാര്യമില്ല. ആ ഒരു വാക്ക് തർക്കത്തിന്റെ ഇടയ്ക്ക് അറിയാലോ, ജാസ്മിന് കൊണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ചപ്രിക്കുട്ടൻ കയറി പിടിക്കും. കാരണം ജാസ്മിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരു മനുഷ്യനില്ല അവിടെ. ചപ്രിക്കുട്ടൻ കയറി പിടിക്കുന്നു. പിന്നെ ചപ്രിയായിട്ടൊക്കെ വഴക്കാണ്. ചപ്രിയായിട്ട് വഴക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാള് സിബിൻ മാത്രമൊന്നുമല്ല, സിബിന് പൊട്ടുന്നു, ജിൻഡോ പൊട്ടുന്നു, ജാൻമണി പൊട്ടുന്നു, അഭിഷേക്, അങ്ങനെ എല്ലാവരും കയറി അവനോട് അങ്ങ് അറ്റാക്ക് ആണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് അവിടെ നിൽക്കുന്നവർക്ക് മനസ്സിലാവാത്തൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചപ്രിക്കുട്ടൻ നല്ല രീതിയിൽ സ്റ്റാർ ആവുന്നുണ്ട്. പുറത്ത് ഞാനിപ്പോ കുറെ ഓരോ ആൾക്കാരുടെ കമന്റ്സ് ഒക്കെ കണ്ടു, ചപ്രി അങ്ങ് കയറി സ്റ്റാർ ആവുന്നുണ്ട്. ചപ്രി സ്റ്റാർ ആവേണ്ട കാര്യമൊന്നുമില്ല, കാരണം ചപ്രി പറയുന്നതിനകത്ത് ഒരു പോയിന്റ് പോലും ഇല്ല. ആകെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും കൂടി ഒന്നിച്ചിട്ട് അറ്റാക്ക് ചെയ്യുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായടങ്ങിയിരിക്കാത്തതുകൊണ്ടും ഒരുമാതിരി വൃത്തികെട്ട പോയിന്റ്സ് നിരത്തുന്നത് കൊണ്ടും ജാസ്മിനും ചപ്രിയും. ഓക്കെ, ജാസ്മിൻ ആണെങ്കിൽ നെക്സ്റ്റ് ഡേ, അപ്പൊ ആ ദിവസത്തെ ഈ വഴക്കിലാണ് പരിപാടി അങ്ങ് തീരുന്നത്. അടുത്ത ദിവസം 38-ാം ദിവസം കാണിക്കുന്നതാണെങ്കിലും രാവിലത്തെ പാട്ട് പരിപാടിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് ജാൻമുടിയെ കാണിക്കുന്നുണ്ട്. ജാൻമുടി വന്നിട്ട് ഇത് ആരുടെ ഭക്ഷണം ഫ്രിഡ്ജിനകത്ത് ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ ആരുടെ ഭക്ഷണം ചോദിക്കുമ്പോഴത്തേക്ക് ജാസ്മിന്റെ ആണ്. ജാസ്മിൻ തലേദിവസം കഴിച്ചില്ല. അപ്പൊ അവക്ക് വേണ്ടി ഫുഡ് മാറ്റി വെക്കുന്നവർ വരെ മണ്ടന്മാരാണ്. അവക്ക് ഇഷ്ടമുണ്ടെങ്കിലേ അവള് കഴിക്കത്തുള്ളൂ. ആ ഒരു മെന്റാലിറ്റിയാണ് അവർക്ക്. പിന്നെ എനിക്കൊരു മെയിൻ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ആ എപ്പിസോഡിന്റെ അതേ പാറ്റേണിൽ പറഞ്ഞു വന്നാലും എനിക്ക് തോന്നിയ 1-2 കാര്യങ്ങളും കൂടെ ഇതിനിടയ്ക്ക് ഞാൻ കേറ്റാം. അതായത് സൈക്കോളജിസ്റ്റിനെ കാണുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ജാസ്മിനും കപ്രിയും അത്രയ്ക്ക് മറ്റേ തളർന്ന് കുത്തിയിരുന്നവരാണ്. അവര് സൈക്കോളജിസ്റ്റിനെ കണ്ടിറങ്ങിയതിനു ശേഷം പിന്നെ അങ്ങ് ഭയങ്കര മോഡായി. പിന്നെ പഴയ പോലെ രണ്ടുപേരുടെ ഒത്തുകളി, ആ പരിപാടി ഒന്ന് നിർത്തിയതായിരുന്നു. വീണ്ടും അവർ ആ പരിപാടി തുടങ്ങി. അതിനകത്ത് എനിക്ക് തോന്നിയ ഒരു കേസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സൈക്കോളജിസ്റ്റിനെ കണ്ടപ്പോൾ സൈക്കോളജിസ്റ്റ് പറഞ്ഞാണ്, നിങ്ങളുടെ ഈ കോംബോ അടിപൊളി കോംബോ ആണ്, നിങ്ങൾ ആ കളിക്കുന്നതുകൊണ്ട് എല്ലാവരും നിങ്ങൾക്ക് എതിരെ നിൽക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് കുറച്ചും കൂടെ വാല്യൂ കിട്ടും, സ്റ്റാർഡം കിട്ടും, ക്യാമറ ഫേസിൽ നിങ്ങൾ വരും. ഈ ഒരു സാധനം പറഞ്ഞ് അവരെ ബൂസ്റ്റ് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ലെങ്കിൽ വീണ്ടും അവർ ആ ഒരു സാധനം പിടിച്ചോണ്ടിരിക്കത്തില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് എന്ന് പറയുന്ന ബിഗ് ബോസിലെ എൻറ്റയർ ടീം, കണ്ടസ്റ്റൻസ് അല്ലാതെ ബാക്കിയുള്ള അതിനകത്ത് വർക്ക് ചെയ്തിരിക്കുന്ന എല്ലാവരും ചെയ്തിരിക്കുന്ന വലിയ ഒരു വൃത്തികെട്ട ചെറ്റത്തരമായിപ്പോയി. കാരണം ജാസ്മിന്റെ പുറത്തുള്ള അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ബിഗ് ബോസിന്റെ ക്രൂസിനും അറിയാൻ പറ്റും, അവിടെയുള്ള എല്ലാ മെമ്പേഴ്സിനും അറിയാൻ പറ്റും. അവൾക്ക് പുറത്തുള്ള ഇപ്പോഴത്തെ അവളുടെ അവസ്ഥ, അവൾ കല്യാണം കഴിക്കാൻ വെച്ചിരുന്ന ആ ഒരു വ്യക്തി ഇട്ടിട്ട് പോയി, ഇനിയും ചെന്നിട്ട് കാര്യമില്ല ജാസ്മിൻ, ആ ഒരു അവസ്ഥയിലാണ്. സോ ആ അവസ്ഥയിൽ നിൽക്കുന്ന പെൺകുട്ടിയോട് എന്തായാലും അവൾക്ക് കുറെ രീതിയിൽ നിങ്ങൾ ക്ലൂ കൊടുത്തിട്ടുണ്ട്. അവളുടെ വാപ്പ വിളിക്കുമ്പോഴുള്ള സംഗതി, അങ്ങനെ പല ടൈപ്പ് ക്ലൂസ് നിങ്ങൾ അവളെ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് പേഴ്സണലി തോന്നിയത് അവൾക്കൊരു ഫേവറിസം അവിടെ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു കേസ് വന്നപ്പോൾ മാത്രം അത് ചെയ്തു കൊടുത്തില്ല. അത് ചെയ്യാതിരുന്നത് അവളുടെ ജീവിതം വെച്ചാണ് നിങ്ങൾ കളിക്കുന്നത്. മൂഞ്ചിപ്പോവും അവളുടെ ലൈഫ്. ഏതാണ്ട് അത് ആ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ പുറത്ത് നിൽക്കുന്നത്. സോ അതൊന്ന് അറിയിച്ചിട്ട് ഇനിയെങ്കിലും അങ്ങനെ കളിക്കരുത് എന്ന് പറയാൻ എന്തായാലും നിങ്ങൾ എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്.
സോ ആ ഒരു കാര്യം പറയുന്നതിന് പകരം അത് നിങ്ങൾ പറയാതിരിക്കുകയാണ്. അത് നിങ്ങളുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. നിങ്ങൾ അതിനെ വിറ്റ് കാശാക്കാൻ നോക്കുകയാണ്. അതാണല്ലോ ഇപ്പൊ നടക്കുന്നത്. അവരാ നിൽക്കുന്നത് കൊണ്ട് തന്നെ കണ്ടന്റ് പൊട്ടുന്നുണ്ട്. സിബിന് കിട്ടുന്നുണ്ട്. ശരണ്യ, ഞാൻ ആരുടെയൊക്കെ വീഡിയോ കണ്ടു, ശരണ്യക്ക് ഒന്നും സ്പേസ് കിട്ടുന്നില്ല. ശരണ്യക്ക് ആവശ്യത്തിനുള്ള സ്പേസ് ഉണ്ട്. ശരണ്യൊക്കെ കൂവി നടക്കുന്നുണ്ട്. ചുമ്മാ ജാസ്മിനോട് കയറി ഇന്നത്തെ നമ്മൾ ഈ 38 ഡേയിൽ കാണുകയാണെങ്കിൽ രാവിലത്തെ ഈ ഫുഡിന്റെ ഇഷ്യൂല് ചുമ്മാ കയറി ചൊറിയുന്നുണ്ട്. ഫുഡിന്റെ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറെ നേരം അത് തന്നെയായിരുന്നു. തെറ്റ് ജാസ്മിന്റെയിലാണ്. അപ്സരയോട് ചോദിക്കുന്നത്, അപ്സര പറഞ്ഞില്ലേ? അപ്സര പറഞ്ഞു ഇവള് വന്ന് കഴിക്കാനിട്ടാണ്. ലാസ്റ്റ് ഇവള് തന്നെ ഒരു സാധനം അപ്സര ചോദിക്കുമ്പോഴത്തേക്ക് ഇവൾ ആദ്യമേ പറയുന്നേ എന്നോട് പറഞ്ഞു. ഇല്ല, അപ്സരയുടെ മുഖം മാറുമ്പോഴത്തേക്ക് ഇല്ല ചേച്ചി എന്നോട് പറഞ്ഞ് കാണും. അവളൊരു ഡ്രാമയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിൻ ഉദ്ദേശിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ക്യാമറ ഫേസ് വേണം. നോറയുടെ അത് കഴിയുമ്പോഴത്തേക്ക് നോറയുടെ ഒരു ചെറിയ ഇഷ്യൂ വരുന്നുണ്ട്. നോറയോട് നമ്മുടെ കിലുക്കത്തിലെ രേവതിയെ പോലെ അഭിനയിക്കാൻ പറയുന്നുണ്ട്. കാരണം അവള് കിടന്ന് ഉറങ്ങി. അപ്പൊ അതിന്റെ ഒരു ചെറിയ പണിഷ്മെന്റ് ആയിട്ട് അത് നോറയുടെ കേസ് കുറച്ചും കൂടെ രസം. നോറയോട് നീ കിടന്ന് ഉറങ്ങി അതിനൊരു പണിഷ്മെന്റ് കൊടുത്തപ്പോഴത്തേക്ക് അവള് പണ്ടത്തെ കേസും പിടിച്ചോണ്ട് വരാം. ജാൻമണി ഉറങ്ങിയപ്പോ ജാൻമണി വീട് പിന്നെ പെട്ടെന്ന് അവക്കൊരു പ്രത്യേകിച്ചൊന്നും പറയണ്ടല്ലോ, അവക്കൊരു ചൊറിച്ചിലുണ്ട്. അപ്പൊ ആ ചൊറിച്ചിലിന്റെ കേസും പിടിച്ചോണ്ട് വരുക. ജാൻമണി ഉറങ്ങിയപ്പം അവക്ക് നിങ്ങൾ പണിഷ്മെന്റ് കൊടുത്തില്ല. അപ്പൊ അപ്സര പറയുന്നുണ്ട് ഇവിടെ വേറെ ആൾക്കാർ ഉറങ്ങിയപ്പോ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ജാൻമണി അത് വേറെ പവർ ടീം ആയിരുന്നു, ഇപ്പോഴത്തെ പവർ ടീം നിനക്ക് തരുന്നു, അത് നീ മേടിക്കണം എന്ന് പറയുമ്പോഴത്തേക്കും അത് ചുമ്മാ കിടന്ന് ഒച്ച വെക്കുക. എന്തെങ്കിലും പോയിന്റ്സ് പറയുന്ന ഒരാൾ ചില സമയത്ത് നല്ല പോയിന്റ്സ് നോറ പറയാറുണ്ട് എന്ന് വെച്ചിട്ട് ചുമ്മാ ആവശ്യമില്ലാത്ത കാലത്തൊക്കെ ചുമ്മാ കയറി മറ്റേ സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കാൻ നോക്കും. ഇന്നിപ്പം പരിപാടി ഒന്നും ഇന്നലെ വലുതായിട്ട് അവർക്ക് ഒരു സ്ക്രീൻ സ്പേസ് കിട്ടാതെ വന്നപ്പോഴത്തേക്ക് ഈ ഒരു കേസ് കിട്ടിയപ്പോഴത്തേക്ക് ചുമ്മാ അതും പിടിച്ചങ്ങ് തർക്കിച്ചോണ്ട് കിടക്കുക. നമ്മുടെ ജിൻഡയൊക്കെ വന്ന് നല്ല പുച്ഛം കൊടുക്കുന്നുണ്ട്. എന്തായാലും അതൊക്കെ കഴിയുമ്പോഴത്തേക്ക് മറ്റേ രേവതിയായിട്ട് അഭിനയിക്കും. കുറെ നേരം അവിടെ കിടന്ന് എപ്പിസോഡിനകത്ത് വലുതായിട്ടൊന്നും കാണിച്ചില്ല. ലൈവിനകത്ത് ഉണ്ടായിരുന്നു. അവൾ എല്ലാവർക്കും നല്ല അണ്ണാക്കിൽ കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഇന്നലെ എനിക്ക് ലൈവ് കാണാൻ പറ്റിയില്ല, ഞാൻ മിസ് ചെയ്തു. അതുകൊണ്ട് എന്താണ് നോറ കൊടുത്തതെന്നുള്ള സാധനം ഞാൻ കണ്ടില്ല. നോറ എന്തായാലും എല്ലാവർക്കും നല്ല പണി കൊടുത്തിട്ടുണ്ട്, മുഖം അടിച്ച് ആട്ടിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതെല്ലാം കഴിഞ്ഞ് ഇരിക്കാൻ നേരത്ത് പിന്നെയും നോറ വന്ന് ജിൻഡോ എടുക്കും. ജിൻഡോയാണ് മറ്റേ ചൊറിഞ്ഞോണ്ടി ചെല്ലും. അങ്ങനെ ചൊറിഞ്ഞോണ്ടി എന്നൊരു സാഹചര്യത്തിൽ ജിൻഡോ ഒരു വാളി അങ്ങ് വിട്ടുകൊടുത്തു. നീ വെച്ചോ എന്ന് പറയുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓക്വേർഡ് ആണത്. എങ്കിൽ പോലും നോറയുടെ സ്വഭാവത്തിന് അത് മേടിക്കേണ്ട കൊടുക്കേണ്ടത് തന്നെ ആയിരുന്നു. നോറ അത് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അതും പറഞ്ഞങ്ങ് നടക്കാൻ തുടങ്ങി. ലാസ്റ്റ് ജിൻഡോ തന്നെ വന്ന് നമുക്ക് അതിന്റെ ഇടയ്ക്ക് കാണാൻ പറ്റുന്നുണ്ട്. അൻസിബയൊക്കെ ജിൻഡോ എടുക്കാമെന്ന് പറയുന്നുണ്ട്. അൻസിബയൊക്കെ നല്ല വാല്യുബിൾ ആയിട്ടുള്ള പോയിന്റ് പറയുന്നുണ്ട് കേട്ടോ. വന്ന് പറയുന്നുണ്ട് ജിനോ ചേട്ടാ നിങ്ങൾ ഉള്ള ചൊറിച്ചിലിന് നിങ്ങൾ കൊടുത്തു, പക്ഷെ എന്നാലും അത് വളരെ എനിക്ക് എന്റെ അടുക്കലാണെങ്കിൽ എനിക്കത് ഇറിറ്റേറ്റിംഗ് ആയിരുന്നു. അത് കണക്ക് അവർക്ക് ഇറിറ്റേറ്റിംഗ് ആയി കാണും. പ്രത്യേകിച്ച് നിങ്ങൾ വെച്ചോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സോറി പറഞ്ഞേക്കാൻ പറയുന്നു. സിബിനുമായിട്ട് ചെന്നൊരു സോറി നോറയോടൊക്കെ പറയുന്നുണ്ട്. അതങ്ങനെ തീർക്കുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് ഒരു ടാസ്ക് ഒക്കെ വരുന്നുണ്ട്. ടാസ്കിൽ നമ്മുടെ സായിയുടെ ടീമാണ് ജയിക്കുന്നത്. സായിയുടെ കേസ് പറയാം. സീക്രട്ട് ഏജന്റ് എന്ന സായി എനിക്ക് തോന്നുന്നത് സായിയൊക്കെ ഇന്നലത്തെ ആ ഒരു ഡേയിൽ ഞാൻ കണ്ടത് വെച്ചിട്ട് പൂജ ആൻഡ് അൻസിബ ഇവർ ഈ രാവിലെ നമ്മുടെ ഫുഡ് കഴിക്കാത്ത ജാസ്മിന്റെ പരിപാടി ചുമ്മാ അതിനകത്ത് ഇഷ്ടം പോലെ കാര്യങ്ങളോട് പറയാൻ എല്ലാവരും അവിടെ കിടന്ന് വഴക്കാണ്. ഇതിന്റെ ഇടയ്ക്ക് അഭിഷേക് എസും നന്ദനയായിട്ടുള്ള ഒരു തീട്ട കേസ്. ചുമ്മാ അഭിഷേക് എസ് അല്ല അഭിഷേക് കെ ഒക്കെ ആയിട്ട് നന്ദന വഴക്ക്. നന്ദനയൊക്കെ വെറും ഒരു കാര്യമില്ലാത്ത ഒരു കണ്ടസ്റ്റന്റ് ആണ് കേട്ടോ. ചുമ്മാ ഒച്ചയും ബഹളവും പിന്നെ വായിന്ന് വീഴുന്നതും അത്ര നല്ല പ്യൂർ ആയിട്ടുള്ള ഒരു സാധനമൊന്നും അല്ല വീഴുന്നത്. വെറും ചന്ത എന്നൊക്കെ പറയണ്ടേ. പറഞ്ഞു വന്നത് പൂജയും അൻസിബയായിട്ടുള്ള ടോക്ക് ഇവരുടെ ഈ രാവിലത്തെ ജാസ്മിന്റെ ഇഷ്യൂല് അത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് സായിയുടെ ഒപ്പീനിയൻ പറയാൻ വരുന്നുണ്ട്. പക്ഷെ സായി ഒപ്പീനിയൻ ജസ്റ്റ് പറഞ്ഞു, അവിടെ തന്നെ നിർത്തി. കൂടുതലൊന്നും ഇന്ററാക്ട് ചെയ്യാൻ ആരോടും വലുതായിട്ട് അങ്ങോട്ട് ചെന്ന് സംസാരിക്കാൻ നിൽക്കാതെ പോകുന്ന പോലെ എനിക്ക് തോന്നി. സായിക്ക് ഒരു സ്ക്രീൻ സ്പേസ് ഒന്നും ഇപ്പൊ കിട്ടുന്നില്ല. അത് സായി ആയിട്ട് എടുക്കാൻ ചെല്ലാത്തതാണോ, ഒരു കാര്യത്തിലും അങ്ങോട്ട് ചെന്ന് സംസാരിക്കാൻ നിൽക്കാത്തതാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ എന്തൊക്കെയാണെങ്കിലും സായിയുടെ സ്ക്രീൻ സ്പേസ് പോയി. നമ്മൾ വിചാരിച്ചിരുന്നത് സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇവിടുന്ന് അങ്ങ് കയറി ചെല്ലുമ്പോഴത്തേക്ക് പൊളിച്ചുള്ള സാധനമൊക്കെയാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചത്. പക്ഷെ അതിന്റെ ഒന്നും ഏഴയലത്ത് പ്രതീക്ഷയുടെ ഒരു അംശം പോലും നമ്മൾ ചില സിനിമ കാണാൻ പോകുമ്പോഴത്തേക്ക് വലിയ പ്രതീക്ഷ വെച്ച് പോയി കഴിയുമ്പോഴത്തേക്ക് സിനിമ പൊട്ടിപ്പോകുന്ന ഒരു അവസ്ഥ നമ്മൾ കണ്ടിട്ടില്ലേ. ഏതാണ്ട് ആ ഒരു അവസ്ഥയാണ് സായിയുടെ കേസിൽ എനിക്ക് തോന്നിയത്. ഒന്നും എത്തുന്നില്ല. സായിക്ക് ഒരു സ്പേസും ഇല്ല. വെറുതെ ഒരു ബോറ് കണ്ടസ്റ്റന്റ് ആയിട്ട് മാറുന്നുണ്ട്. പിന്നെ ആരുടെ കാര്യമാണ് പറയണ്ടേ. പിന്നെ ഞാൻ പറഞ്ഞില്ല ചപ്രിക്കുട്ടനെ പിന്നെ ഒരു കാര്യമില്ലേ, വെറുതെ എല്ലാരുമായിട്ട് വഴക്കുണ്ടാക്കി അവൻ സ്റ്റാർ ആയിക്കൊണ്ടിരിക്കുക. അല്ല പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. പിന്നെ ഇന്നലെ ഈ പരിപാടിയൊക്കെ നമ്മുടെ നോറയുടെ ആ ഒരു ഗെയിം എന്ന് പറയാൻ പറ്റില്ല, ആ ഒരു ടാസ്ക് രേവതിയായിട്ട് അഭിനയിക്കുന്ന കിലുക്കത്തിലെ രേവതിയായിട്ട് അഭിനയിക്കുന്നതിന്റെ സമയത്ത് ഒരു കപ്പിൾ പരിപാടി അവിടെ ഞാൻ ശ്രദ്ധിച്ചു. അതായത് നമ്മുടെ ചപ്രിക്കുട്ടന്റെ റൂമില്, അവരുടെ ആ ഒരു റൂമില് ചപ്രി ഇരിക്കുന്നു, ചപ്രിയുടെ സ്വന്തം ജാസ്മിൻ ഇരിക്കുന്നു, പിന്നെ അർജുൻ ഇരിക്കുന്നു, ശ്രീതു ഇരിക്കുന്നു. ആ ഒരു കപ്പിൾ
ആ ഒരു കപ്പിൾ ഗോൾസ് അവിടെ നമുക്ക് കാണാൻ പറ്റും. ആ ഒരു കപ്പിൾസ് അവിടെ ഇരുന്നിട്ട് അർജുൻ ശ്രീതു ഒരു കപ്പിൾ ആണെങ്കിൽ എനിക്ക് അവര് കപ്പിൾ ആകണം എന്നുള്ള ആഗ്രഹമുണ്ട് കേട്ടോ. സീരിയസ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വൃത്തിയായിട്ടുള്ള കപ്പിളാണ്, അല്ലാതെ മറ്റേ ചപ്രിക്കുട്ടികളുടെ പോലത്തെ പരിപാടിയൊന്നുമില്ല. നീറ്റായിട്ടുള്ള പരിപാടികൾ അവിടെ നടക്കുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ കൂടെ ആരും വലുതായിട്ട് ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ എന്തായാലും അവരവിടെ ഇരുന്നിട്ട് മറ്റേ വോയിസ് കൊടുക്കുന്നുണ്ട്. അതായത് പുറത്ത് നടക്കുന്ന കാര്യങ്ങൾക്ക് അവരുടെ രീതിയിൽ അവിടെ ഒരു ചെറിയ ആക്ട് നടക്കുന്നുണ്ട്. നല്ല രസമായിട്ടൊക്കെ അവർ ചെയ്തു കേട്ടോ. അതൊക്കെ കൊള്ളാം. അക്കാര്യത്തിലൊക്കെ ജാസ്മിനും ഗബ്രിയൊക്കെ കൊള്ളാം. പക്ഷെ ആളുകളോട് സംസാരിക്കുന്ന കാര്യത്തിലും സത്യം പറഞ്ഞ അവര് തന്നെ ജാസ്മിനെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ ചപ്രി വരാനുള്ള കാര്യം എല്ലാവരും ഒരു 10-12 പേര് ഒന്നിച്ചിട്ട് അങ്ങ് മർദ്ദിക്കുകയാണ്. മർദ്ദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്ക് കൊണ്ടുള്ള മർദ്ദനം, അടിച്ചിരുത്തി കളയാണ് ജാസ്മിനെ ഗബ്രിയെ. ജാസ്മിനെ ചെയ്യുമ്പോഴത്തേക്ക് കപ്രി പിടിക്കും, ചപ്രിയെ പിടിക്കുമ്പോഴത്തേക്ക് ജാസ്മിൻ ചേച്ചി പിടിക്കും. ഈ ഒരു സാധനമാണ്. പിന്നെ അതിന്റെ ഇടയ്ക്ക് നോറയുടെ എന്തോ ഒരു കേസിൽ ജാസ്മിൻ പിടിച്ചോണ്ട് വരുന്ന കണ്ടു. എവിടെ മറ്റേ എന്നിട്ട് ജാസ്മിൻ തന്നെ പറയുന്നുണ്ട് എവിടെ വള്ളി കണ്ടാലും നോറ കയറി പിടിക്കും. ഏതാണ്ട് ആ ഒരു അവസ്ഥയാണ് ഇപ്പൊ ജാസ്മിനും ഉള്ളത്. എവിടെ എന്ത് കിട്ടിയാലും കയറി പിടിക്കാമെന്നുള്ള അവസ്ഥയിൽ പൊക്കോണ്ടിരിക്കുകയാണ്. കാരണം സ്ക്രീൻ സ്പേസ് വേണം, ഇല്ലെങ്കിൽ മറ്റേ സൈക്കോളജിസ്റ്റ് പറഞ്ഞാണ് കയറി പിടിച്ചോന്ന്. സൈക്കോളജിസ്റ്റ് എന്തായാലും ആ ചെയ്തിരിക്കുന്ന ഒരു വൃത്തിയായിട്ട പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. വീണ്ടും ആ പിള്ളേരെ ഇടയിൽ ഒന്നിച്ചു കൊണ്ടുവന്നു. അവളുടെ പുറത്തെ ലൈഫ് പോയി. അതൊന്ന് പറഞ്ഞു കൊടുത്തായിരുന്നെങ്കിൽ ആ കൊച്ചി ചിലപ്പോ മാറ്റി പിടിച്ച് കളിച്ചാല്. എന്തായാലും പോട്ടെ, പുറത്തിറങ്ങുമ്പോ അവൾ അനുഭവിച്ചോളും പുറത്തെ അവളുടെ ജീവിതത്തിന്റെ ദുഃഖങ്ങളും പരങ്ങളും ഒക്കെ, പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ. എന്തായാലും പുറത്തിറങ്ങുമ്പോഴത്തേക്ക് ജാസ്മിൻ തളർന്നു പോകും. ജാസ്മിൻ വിചാരിച്ച പോലൊന്നും ആയിരിക്കത്തില്ല പുറത്തെ അവസ്ഥ എന്തായാലും. എന്തായാലും ജാസ്മിൻ ഇറങ്ങുമ്പോഴത്തേക്ക് കുറെ കഥകൾ പുറത്ത്, കുറെ കണ്ടന്റുകൾ നമുക്ക് വരും. അപ്പോഴത്തേക്ക് നമുക്ക് നോക്കാം. എന്തായാലും ഇന്നലെ ഒരു എപ്പിസോഡിൽ ഇതൊക്കെയാണ് കാണിച്ചത്. ചുമ്മാ അടിയും വേണം, അല്ലാതെ പ്രത്യേകിച്ചൊന്നും പറയാനായിട്ടൊന്നും അവിടെ കണ്ടില്ല. അൻസിബയുടെ ഒരു നല്ല ഗെയിം മൂവ്മെന്റ് എനിക്ക് തോന്നി. ജിൻഡോയെ വിളിച്ചിരുത്തി കഥകളൊക്കെ പറയുന്നതിന്. ജിൻഡോ പിന്നെ അറിയാലോ, ജിൻഡോ ഇപ്പൊ പുച്ഛമാണ് കുറെ കാര്യത്തിലൊക്കെ കുറെ പേർക്ക് കൊടുക്കുന്നത്. അല്ലാതെ കൂടുതൽ വഴക്കുണ്ടാക്കാനൊന്നും പോകുന്നില്ല. പിന്നെ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങി ജിൻഡോ. കയ്യിൽ നിന്ന് എന്തെങ്കിലും പോയാലും ചെന്ന് സോറി പറയാൻ, നമ്മുടെ നോറയുടെ കേസിലൊക്കെ ആണെങ്കിലും ചെന്ന് ചെയ്തു. ജാൻമണി ആണെങ്കിലും ഇപ്പം ഓക്കെ, കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നമുക്ക് നോക്കാം ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ഓരോരുത്തരുടെ സ്വഭാവം നമുക്ക് കാണാൻ പറ്റത്തേ ഉള്ളൂ. എന്തായാലും ചപ്രികൾ കഷ്ടമാണ് അതുങ്ങളുടെ അവസ്ഥ. ആൾക്കാരെല്ലാം കൂടെ കൂട്ടം ചേർന്ന് കൊന്നോണ്ടിരിക്കുകയാണ്. കയ്യിരിപ്പും അങ്ങനെ, അതുകൊണ്ടാണ്. അതിനകത്ത് വലുതായിട്ടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ശ്രീരേഖ ആണെങ്കിലും അവരുടെ കൂടുതൽ ഇരിക്കുന്ന നമ്മൾ കണ്ടെങ്കിലും അതിന്റെ മുമ്പ് ചപ്രിയായിട്ട് നല്ലൊരു ഉടക്കൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. എനിക്കെന്തായാലും നോറ കുഴപ്പമില്ല. സീക്രട്ട് ടൈമിൽ എന്തായാലും സായി കൃഷ്ണ ഒതുങ്ങി പൊക്കോണ്ടിരിക്കുകയാണ്. അധികം ഒതുങ്ങിപ്പോയാൽ അധികം വൈകാതെ തന്നെ വീട്ടിലേക്ക് വരേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. വീണ്ടും കാറിൽ വന്നിരിക്കേണ്ടി വരും. സോ അങ്ങനെ അവസ്ഥ വരാതിരിക്കട്ടെ. സീക്രട്ട് ടൈമിന്റെ ഇടം നന്നായിട്ട് കളിച്ച് വരട്ടെ. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് ഞാനൊരു കാര്യം വിട്ടുപോയി. മെയിൻ ഒരു കാര്യം ഞാൻ വിട്ടുപോയി പറയാനായിട്ട്. അതായത് പവർ ടീമിന് ഇന്നലെ ഒരു പണി കിട്ടിയ ദിവസമായിരുന്നു. അതായത് ഒരു രസത്തിന് അവര് പവർ ടീമിന്റെ ഡോർ ഒന്ന് ലോക്ക് ചെയ്യുമോ, മെയിൻ ഡോർ ഒന്ന് ലോക്ക് ചെയ്യുമോ എന്നൊക്കെ ബിഗ് ബോസിനോട് ചോദിച്ചു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരത് ഒരു തമാശക്ക് സിബിനും ശരണ്യ എങ്ങാണ്ട് ചെയ്തതാണ്. എങ്ങനെയുണ്ട് പവർ ടീം, അത് അവര് പറയുന്നതാണ് തമാശക്കാണ്. പവർ ടീമിന്റെ കളിയാക്കിയതല്ല ബിഗ് ബോസിനെ, മറിച്ച് പവർ ടീം എങ്ങനെയുണ്ട്, സ്ട്രോങ് ആണോ, ഞങ്ങൾ പറഞ്ഞാൽ കേൾക്കുമോ എന്നൊക്കെ അറിയാൻ വേണ്ടി ചെയ്തതാണ്. അങ്ങനത്തെ കുറെ ഡയലോഗ് പവർ ടീം പറഞ്ഞാൽ കേൾക്കുമെന്ന് തലേദിവസം നമ്മൾ കണ്ടതാണ്. പിന്നെയും ഇവര് ആ ഒരു ചോദ്യവും ചോദിച്ചുകൊണ്ട് ചെന്നു. ബിഗ് ബോസ് പൂട്ടി ലോക്ക് ചെയ്തത്. ഇവര് ചോദിച്ച സമയത്തൊന്നും പവർ ടീമിന്റെ ഡോർ ലോക്ക് ചെയ്തില്ല. ഇവരകത്ത് കയറിപ്പോയ സമയത്ത് ബിഗ് ബോസ് അങ്ങ് പൂട്ടിക്കളഞ്ഞു. ഒരു പാഠം പഠിപ്പിക്കാം എന്ന് കരുതി തന്നെ ആയിരിക്കും. എന്തായാലും കുറച്ചു നേരം അതങ്ങ് പെട്ടുപോയി. എല്ലാം ആൾക്കാരുടെ ഫ്രണ്ടിൽ നാണം കെടുന്ന ഒരു അവസ്ഥ. ബാക്കിയുള്ള ടീം മെമ്പേഴ്സ് അല്ല, ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന്റെ ഒക്കെ ഫ്രണ്ടിൽ, വേറെ ടീമിലെ കണ്ടസ്റ്റൻസിന്റെ ഒക്കെ ഫ്രണ്ടിൽ നാണം കെടുന്ന ഒരു പരിപാടി ആയിപ്പോയത് അത്. അപ്പൊ അതങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ജിൻഡോ ആണ് വന്ന്, ക്യാപ്റ്റന് കുറച്ചും കൂടെ വില അവിടെ ഉണ്ട് എന്ന് പവർ ടീമിനും ബാക്കി എല്ലാവർക്കും തോന്നിയ ഒരു ദിവസമായിരുന്നു. കാരണം പിന്നെ ക്യാപ്റ്റൻ വന്നത് പറയുമ്പോഴത്തേക്ക് ബിഗ് ബോസിനോട് ബിഗ് ബോസ് ക്ഷമിക്കണം, അവരിങ്ങനെ ഒന്ന് ചെയ്തു നോക്കിയതാണ് എന്നൊക്കെ പറഞ്ഞു കുറച്ച് കഥകളൊക്കെ അടിക്കുമ്പോഴത്തേക്ക് അത് തുറന്നു വിടുന്നുണ്ട് എന്തായാലും. പക്ഷെ ഇനി പവർ ഹൗസ് മെമ്പേഴ്സ് ഒന്ന് സൂക്ഷിക്കും. ബിഗ് ബോസിനോട് വെറുതെ ആവശ്യമില്ലാതെ പോയി എപ്പോഴും ലോക്ക് ചെയ്ത് പിടിക്കുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് പണി തരും എന്നവർക്ക് മനസ്സിലായിട്ടുണ്ട്. സിബിനാണ് മെയിൻ ഉണ്ടാക്കി കിട്ടിയത്. സെബിൻ ഇന്നലെ കുറെ നേരം, സിബിൻ നല്ലൊരു ഗെയിമറാണ്, പക്ഷെ ചില സമയത്ത് സിബിന്റെയും സംസാരങ്ങളും എല്ലാം കയ്യിൽ നിന്ന് പോകുന്നുണ്ട്, പ്രൊവോക്ക് ആവുന്നില്ല. നമ്മൾ 37ാം ദിവസം രാത്രിയിലത്തെ ആ ഒരു വഴക്കില് നമ്മൾ കണ്ടതാണ്. ഗബ്രിക്കുട്ടൻ ചുമ്മാ പ്രൊവോക്ക് ചെയ്യാൻ വരുമ്പോഴത്തേക്ക് പ്രൊവോക്ക് ആവുന്നുണ്ട് സിബിൻ. സോ അത് മാറ്റി വെച്ചില്ലെങ്കിൽ സിബിനും പണി കിട്ടും. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് വീണ്ടും സംശയമുള്ള നമ്മുടെ ഏജന്റ് സായി കൃഷ്ണയുടെ കാര്യത്തിലാണ്. എന്താണ് ചേട്ടൻ ഇങ്ങനെ അങ്ങനെ ഒതുങ്ങി നിൽക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല.
ഇനിയും എന്തെങ്കിലും ഗെയിം സ്ട്രാറ്റജി ആണോ, ഇനി അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജി ഇല്ലാതെ കിളി പോയിട്ട് നടക്കണോ, ഏതാണ്ട് കിളി പോയ അവസ്ഥയിലാണ് നമുക്ക് തോന്നുന്നത് കാണുമ്പോഴത്തേക്ക്. ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര എന്നൊക്കെ ഉള്ള ഒരു അവസ്ഥയാണ്. എന്തായാലും നമുക്ക് നോക്കാം.